ഇപ്പോൾ സ്വാമിജി കുറച്ച് മുമ്പേ പറഞ്ഞ ഒരു വാക്ക് ശാക്തേയത്തെക്കുറിച്ചാണ്, മറ്റൊരു വാക്ക് ലളിതാ സഹസ്രനാമത്തെക്കുറിച്ചാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് എനിക്കുണ്ടായൊരു സംശയം, ശാക്തേയത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി വളരെ പ്രശസ്തരായിട്ടുള്ള കുറേ പണ്ഡിതന്മാരുടെ പുസ്തകം വായിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ എനിക്ക് നേരിട്ട ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഓരോ പുസ്തകവും ഓരോ തരത്തിൽ, അതായത് തീർത്തും ഭിന്നമായ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ തരുന്നു. അടിസ്ഥാന സങ്കല്പനങ്ങൾ പോലും രണ്ട് ആളുകൾ രണ്ട് തരത്തിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ഒരു സാമ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലേത് ശരി ഏത് തെറ്റ്, കാരണം ഇവരെല്ലാവരും പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ്, എനിക്ക് ഒരാളെയും സംശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെയെങ്കിൽ ചില പൊതു കാര്യങ്ങളിൽ ഒരേപോലെ വെച്ചിട്ട് വേണ്ട ഇതിനൊരു സിലബസ് ഉണ്ടാക്കാൻ, അഥവാ നമുക്കൊരാൾക്ക് അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന സങ്കല്പങ്ങളിലെങ്കിലും ചില സാമ്യങ്ങൾ വേണ്ടേ, അത്തരം ടെക്സ്റ്റുകൾ ഉണ്ടാവണ്ടേ? എൻ്റെ ചോദ്യം അതാണ്. ശാക്തേയത്തെക്കുറിച്ച് വായിക്കുമ്പോഴാണ് എനിക്കിത് വല്ലാതെ വിഷമം തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ശരിയാണ്, 100% ശരിയാണ്. ഇവിടെ അത്ര പ്രാമാണികനായ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ വിരുദ്ധപക്ഷം പുലർത്തുന്നവർ പോലും പ്രാമാണികനായി അംഗീകരിക്കുന്ന ഒരാചാര്യൻ്റെ ഭാഷ്യവ്യാഖ്യാനാദികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ഇപ്പോൾ വേദാന്തത്തിൽ നമ്മൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ, ശങ്കരാചാര്യരെ നിന്ദിക്കുന്നവരും ശങ്കര ദർശനത്തെ അങ്ങേയറ്റം വിമർശിക്കുന്നവരും പോലും ശങ്കരാചാര്യൻ്റെ ചിന്താപദ്ധതിയെ 100% സ്വീകരിക്കും. കാരണം ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത ശ്രുതി, യുക്തി, അനുഭവം എന്നുള്ള യുക്തിഭദ്രമായൊരു ശൈലി അവിടുന്ന് ആവിഷ്കരിച്ചു. അതുകൊണ്ട് ആ ചിന്താപദ്ധതി അംഗീകരിച്ചുകൊണ്ടാണ് പിന്നീട് രാമാനുജാചാര്യരായാലും മധ്വാചാര്യരായാലും ഒക്കെ തന്നെ തീർത്തും എതിർത്തുകൊണ്ട് രചന എങ്കിലും ചില അടിസ്ഥാന കാര്യങ്ങളിൽ. അതെ, അതുപോലെയുള്ളൊരു പ്രാമാണികത എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന തരം ഭാഷ്യ വ്യാഖ്യാനാദികൾ വരാത്തതൊരു പ്രധാന വിഷയമാണ്. രണ്ടാമത്തെ വിഷയം, ഈ ശാക്തേയത്തിൽ പ്രത്യേകിച്ച് വാമാചാരത്തിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ലിഖിത ഗ്രന്ഥങ്ങളെക്കാൾ കൂടുതൽ ഉപദേശങ്ങളാണ്. അപ്പോൾ രഹസ്യ ഭാവത്തിൽ ഗുരു ശിഷ്യ പ്രശിഷ്യ രീതിയിൽ കൈമാറപ്പെടുന്ന ഉപദേശങ്ങളാണ്. പിന്നീട് പലരും നവീന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സമീപ കാലഘട്ടത്തിൽ അത് ഗ്രന്ഥാകാരത്തിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിവിധതകളും മറ്റും വരും. അത് നമുക്ക് അംഗീകരിക്കാൻ മാത്രമേ സാധിക്കൂ.